ദൈവമേ, ഇന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാ. പോകുന്നത് ഞാൻ പൊക്കോളാം, പക്ഷെ തിരിച്ചു വരുന്നത് ശ്രീ ആഞ്ജനേയ, പ്രസന്ന ആഞ്ജനേയ, ആഞ്ജനേയ ജയ് ബജ്രംഗ ബലി. എന്താ മോനെ, പുറപ്പെടാൻ റെഡിയായോ? നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നുന്നു പാൽരാജ്. എന്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് നീ ഡ്യൂട്ടിക്ക് ജോയിൻ ആവുന്നതെന്ന് അറിയോ നിനക്ക്? ഇതിനു മുമ്പേ ഡ്യൂട്ടിയിലോട്ടായിരുന്ന എല്ലാരെയും അവർ കൊന്നുകളഞ്ഞു. ഒരാളെ പോലും കിട്ടില്ല ഇതുപോലത്തെ ഒരു ഏലസ് അല്ലാതെ. കാട്ടില് മോഷണാക്കളുടെ ശല്യം കൂടുതലായിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ആളാണെന്ന് അറിഞ്ഞ അപ്പൊ കൊന്നുകളഞ്ഞു. എന്തായാലും നീ ഒന്ന് ഉഷാറായിരിക്കണം കേട്ടോ. ഇന്നൊരു കാര്യം എന്താന്ന് വെച്ചാ, ഇത് നിനക്ക് അപ്രന്റീസ് പീരിയഡാ. ഒരു ദിവസം ലീവ് എടുത്ത പോലെ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പൊക്കും. പിന്നെ നിന്റെ ഇഷ്ടം. അയ്യേ, ജോലിക്ക് പോകുമ്പോഴാണ് ഈ വളിച്ച് മുഖം വെച്ചോണ്ട് പോണ പാൽരാജ്. നല്ല സന്തോഷമായിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോണം കേട്ടാ. സാറ് വലിയ പുള്ളി തന്നെ. കുഞ്ഞിനെ നുള്ളിയിട്ട് തൊട്ടിലും ആട്ടുന്ന പോലെയാ സാറിന്റെ വർത്താനം. സാർ, കള്ളൻ എവിടെ ഉണ്ടാവും? എന്താ അറിഞ്ഞാ നിങ്ങോട്ട് പോവില്ലേ? സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? അവര് എവിടെയാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഇങ്ങനെ ചാവോ? എങ്ങനെ ജീവിക്കാൻ പോണോ? നിന്റെ നിലവാരം ഞാനൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ നിനക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയാതിരിക്കാൻ പറ്റുന്നില്ല ബാലരാജ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് ആളെന്ന് അറിഞ്ഞ ഉടനെ കുന്നോളെ. അമ്മേ, ഇനി ഞാൻ പോലീസാണെന്ന് ആരും തിരിച്ചറിയില്ല. നിന്നെ തന്നെയാ. വാ, നിന്നോടാടാ. വാ ചേട്ടാ, ഇയാളാണ് പുതിയതായിട്ട് വന്ന ഓഫീസർ. വെക്കടാ. ഇവിടെ അല്ലടാ, അവിടെ. നീ കാട്ടില് ജോലി ചെയ്യാൻ പോയതാണോ അതോ ഗുസ്തി പഠിക്കാൻ പോയതാണോ? വേദനിക്കുന്നു പറയുന്നു. എനിക്ക് സംശയമുണ്ട്. വേറൊന്നുമല്ലമ്മേ, ഫസ്റ്റ് ഡേ ഡ്യൂട്ടി അല്ലേ. ഞാൻ കാട് മുഴുവൻ കറങ്ങി നടന്നു, അറിയോ? അതുകൊണ്ടാ. കള്ളന്മാരുടെ പണിയൊന്നുമല്ല. കള്ളനോ? ഏത് കള്ളൻ? ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് എല്ലാത്തിനും സംശയം. എന്താ ഇത്, ഇവളെന്താ തിരക്ക് പിടിച്ചു വരുന്നേ? എടാ രാജ, നീ കാട്ടിപ്പോയി എന്താ ചെയ്തേ? വേറെന്ത് ചെയ്യാനാ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു.
എനിക്കെല്ലാം അറിയാം. എന്റെ അച്ഛനും അമ്മയും നിന്റെ അടുത്ത് നല്ല ദേഷ്യത്തിലാണ്. നിന്നെ വേഗം കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. വാ പോകാം, വേഗം ആവട്ടെ. എന്തിനാ മോളെ? വാ വാ വേഗം. ഇവനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നിന്റെ അച്ഛൻ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? വാ എന്തിനാ ഇവിടെ വന്നെന്ന് പറ. പറയാം, വാ. രാത്രി സ്വപ്നം കണ്ട സ്ഥലം ഇത് തന്നെയല്ലേ? അതിനു വേണ്ടിയാ. സ്വപ്നോ? അതെ, ആക്ച്വലി ഇന്നലെ പാതിരാത്രി നമ്മള് രണ്ടുപേരും ദാ ഇവിടെയാ വന്നത്. അതെങ്ങനെയാ? രാത്രി ഞാൻ വീട്ടിൽ ഉറങ്ങായിരുന്നില്ലേ? ആഹാ, ഇതിന്റെ സ്വപ്നമാണ്. ഓ, സ്വപ്നത്തില്. ശരി 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 ശരി. അപ്പോ നീ എന്റെ വയറില് നോക്കിയിട്ട് ആ, നോക്കടാ. ഉം. നോക്കി. കൈവെച്ച് കൈവച്ച്. വേഗം വെക്ക്. നിനക്കൊന്നും അറിയില്ലെന്നറിയാം. ശൃംഗാരം പോലും അറിയില്ലേ? ബോറായിട്ടുണ്ട്. അതിനുശേഷം നീ രണ്ടിടുപ്പിലും കൈവച്ചു. ഞാൻ നിന്റെ കൈയെ പിടിച്ചു വലിച്ചു. വലിക്ക്. അത് സ്വപ്നമല്ലേ? ഞാൻ എന്തിനാ ഇപ്പൊ അത് ചെയ്യുന്നേ? എന്നിട്ട് ഞാൻ നിന്റെ അരികിൽ ചേർന്ന് നിന്ന് രാജാ ഒരു ഉമ്മ തരാമോ എന്ന് ചോദിച്ചു. സ്വപ്നത്തില് നിന്റെ മുഖം ഇങ്ങനെ തന്നെയായിരുന്നു. രാജാ, ഞാൻ അപ്പൊ എന്താ ചെയ്തേന്നറിയാമോ? ദാ, വണ്ടി നിർത്തടാ. വണ്ടി വിട്. ഛേ, എന്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ. നൈറ്റ് ഡ്യൂട്ടി വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് വലിയ കഷ്ടമാ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാം എന്റെ തലയിലെടുത്ത്. ബാലരാജാ, ഒരു മിനിറ്റ് ഒന്ന് അകത്തേക്ക് വരാമോ പ്ലീസ്? വരികെ നരികെ മദന വരികെ നരയു വരദ എന്താ ഇങ്ങനെ പുകയുന്നു? പുകയില്ലാട്ടോ, തണുപ്പ്. നീ വന്ന് കെട്ടിപ്പിടിച്ചോ. കെട്ടിപ്പിടിച്ചാ ശരിയാവോ? പറഞ്ഞു കൊടുക്ക. വളരെ നന്നായി നടക്കും. അയ്യോ, എനിക്കും വന്നാലോ? നിന്നെ കെട്ടിപ്പിടിക്കാനല്ലേ ഞങ്ങളുള്ളത്. ആ, എന്നാ ശരി. വേഗം വാ, വന്നൊന്ന് വേഗം കെട്ടിപ്പിടിക്കേ. പുക പോയി. ശരിയായി. എന്റെ അമ്മേ, എന്നിലുള്ള എല്ലാ കുളിരും പോയി കിട്ടി. അതിരിക്കട്ടെ, ഇത് കൊറോണയെ പോലെ പുതിയൊരു രോഗമാണല്ലോ. അത് അങ്ങനെ തന്നെയാ. യൗവനത്തില് അങ്ങനെ വരും. ശരി, വീട്, ഞാൻ പോവാ. അല്ല, നിങ്ങൾ ഇവിടെ പുതിയതാണോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയാ പറയേണ്ടത്? വാക്കാലെ പറയണോ അതോ ആടിപ്പാടി പറയണോ? എനിക്ക് ആടുന്നതും പാടുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഓക്കേ.